In this class, we will discuss about path independence and conservative field. അപ്പോൾ പാത്ത് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. പാത്ത് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. Let F be a field defined on an open region R in space, and suppose that for any 2 points A and B in R, the value of the line integral from A to B is same for every path in R from A to B. Then the integral f dot dr is path independent in R. നമ്മൾ ഒരു ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എഫ് എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ ഫീൽഡ് ആണ്. അതൊരു ഓപ്പൺ റീജിയൻ, ആർ എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ റീജിയൻ, സ്പേസിലുള്ള ഒരു ഓപ്പൺ റീജിയനിലുള്ള വെക്റ്റർ ഫീൽഡ് ആണ് വെക്റ്റർ എഫ്. ഇനി 2 പോയിന്റ്സ് എടുക്കാം. 2 പോയിന്റ്സ് എ ബി എന്ന് പറഞ്ഞ റീജിയൻ ആറിലെ 2 പോയിന്റ്സ് എടുത്തു. ആ 2 പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ പല പാത്തുകളും ഉണ്ടാവും. അപ്പൊ ആ എയിൽ നിന്ന് ബിയിലേക്ക് എത്താനുള്ള ആ പാത്ത് നമ്മുടെ കേർവ് ആയിട്ട് എടുക്കാം. അത് നമ്മുടെ കേർവ് ആയിട്ട് എടുത്ത് ആ പാത്തിൽ നമ്മുടെ ലൈൻ ഇൻ്റഗ്രല് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അപ്പൊ ആ ലൈൻ ഇൻ്റഗ്രല് അങ്ങനെ ഏതൊരു പാത്ത് എടുത്താലും എയിൽ നിന്ന് ബിയിലേക്കുള്ള പല പാത്തുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെ പല പാത്ത് എടുത്ത് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചാലും ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വേറെ ഒരു രീതിയിലും കൂടെ നമുക്ക് പറയാം. ഇപ്പൊ ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ ഡെഫിനിഷൻ ടൈപ്പിലാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് എ ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഓഫ് വെക്ടർ എഫ് along C from A to B is independent of the path if integral C1 f dot dr equal to integral C2 f dot dr for any 2 paths C1 and C2 from A to B. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള 2 പാത്താണ്. എയിൽ നിന്ന് ബിയിലേക്ക്, ഇപ്പോൾ ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. നമുക്ക് ഇങ്ങനെയും എയിൽ നിന്ന് ബിയിലേക്ക് എത്താം, ഇങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്താം, പലതരത്തിലെത്താം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അപ്പൊ ഇത് C1 ആയിട്ടും ഇത് C2 ആയിട്ട് ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള 2 പാത്ത് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്ന് പറയണമെങ്കിൽ ഈ ലോങ് C1 ലൈൻ ഇന്റഗ്രൽ കാണുമ്പോൾ ഉള്ള വാല്യൂ അലോങ് C2 ലൈൻ ഇന്റഗ്രൽ കാണുമ്പോൾ ഉള്ള വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇതായിരിക്കും കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പം. ഇത് ഡെഫിനിഷനാണ്. അപ്പൊ ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് കൺസെപ്റ്റ് മനസ്സിലാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു ഈ പാത്ത് ഇൻഡിപെൻഡൻസും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറങ്ങളാണ്. ഒരു 3 തിയറം നമുക്ക് ഏകദേശം പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് തിയറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് തിയറാണ് ഫണ്ടമെന്റൽ തിയറം ഫോർ ലൈൻ ഇന്റഗ്രൽസ്. തിയറം ഇതാണ്: സപ്പോസ് സി ഈസ് എ പാത്ത് ഇൻ ആൻ ഓപ്പൺ റീജിയൻ ആർ ഓഫ് ദ xy plane and is defined by vector r of t equal to x of t I plus y of t j, where a less than or equal to t less than or equal to b. If vector f of xy equal to p of xy I plus q of xy j is a conservative vector field in R, and phi is a potential function for vector f, then integral over c f dot dr equal to integral c del phi dot dr, which is equal to phi of b minus phi of a, where a is the point x of a ordered pair x of a comma y of a, and b is the point x of b comma y of b. അപ്പോൾ ഫണ്ടമെന്റൽ തിയറത്തിൽ പറയുന്നതാണ്, സി എന്ന് പറയുന്നതാണ് നമ്മുടെ
പാത്ത്, ഒരു ഓപ്പൺ റീജിയൻ ആറിലുള്ള ഒരു പാത്താണ് സി എന്ന് പറയുന്നത്. എക്സ് വൈ പ്ലെയിനിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്, 2 ഡയമെൻഷണൽ കേസാണ്. അപ്പൊ അവിടെ നമ്മൾ ആ സി എന്ന് പറഞ്ഞ പാത്തിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് വെക്ടർ ആർ ഓഫ് ടി വെച്ചിട്ടാണ്. അത് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ ആണ്. ടി വാരി ചെയ്യുന്ന എ ടു ബി ആണ്. ഇനി നമ്മുടെ വെക്ടർ ഫീൽഡ് വെക്ടർ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ് എന്ന് വിചാരിക്കാം. കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ നമുക്കറിയാം, കൺസർവേറ്റീവ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിരുന്നു, വെക്ടർ എഫിന് ഒരു ഡെൽ ഫൈ ആയിട്ട് എഴുതാൻ പറ്റണം അല്ലെ. കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആർ ആണ്. ആൻഡ് ഫൈ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ വെക്ടർ എഫ്. ഇങ്ങനെയാണ് ഈ തിയറം പറയുന്നതാണ്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി ഡെൽ ഫൈ ഡോട്ട് ഡി ആറിനോട് ഈക്വൽ ആയിരിക്കും. അത് സ്വാഭാവികമായിട്ട് കൺസർവേറ്റീവ് ആയതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് ഡെൽ ഫൈനോട് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ എഫിന് ഡെൽ ഫൈനെ റീപ്ലേസ് ചെയ്തു. പിന്നെ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ആയിരിക്കും. ഇവിടെ എയും ബി എന്ന് പറയുന്നത് നമ്മളെ കേർവിലെ ടി വേരി ചെയ്യുന്ന എ ടു ബി ആണ് അല്ലെ. അപ്പൊ ഈ എ ബി എന്ന് പറഞ്ഞ പോയിന്റുകൾ കേർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റും അത് എ ആയിരിക്കും, അതുപോലെ ഇത് കേർവ് എൻഡ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഫണ്ടമെന്റൽ തിയറം എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ വരും എന്ന് നമുക്കൊന്ന് പ്രൂഫ് ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം ഇപ്പൊ ഇതൊരു കേർവിന്റെ കേസിലാണ് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് ഒരു പീസ് വൈസ് സ്മൂത്ത് കേർവ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ കേർവിനും ഇതുപോലെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മള് പ്രൂഫ് നോക്കാം. ലെറ്റ് us prove the theorem for a smooth curve C. ഒരു സ്മൂത്ത് കർവ് സിക്ക് വേണ്ടി, സിന്റെ കാര്യത്തിലാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പീസ് വൈസ് സ്മൂത്ത് കർവിന്റെ കാര്യത്തിൽ നമുക്ക് ഓരോ കർവുകൾ, ഓരോ ആർക്ക്, ഓരോ കർവുകളായിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഫോർ പീസ് വൈസ് സ്മൂത്ത് കർവ്സ് ദ പ്രൂഫ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ കൺസിഡറിങ് ഈച്ച് സ്മൂത്ത് ആർക്ക് ഓഫ് ദ കർവ്. അപ്പൊ ഓരോ സ്മൂത്ത് ആർക്കും ഒരു കർവായിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അത് നമ്മൾ സ്മൂത്ത് കർവ് സിന്റെ കേസിൽ പ്രൂവ് ചെയ്യാം. നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. സിൻസ് വെക്ടർ എഫ് ഈസ് കൺസർവേറ്റീവ് ആണ്, ഈസ് കൺസർവേറ്റീവ് ആൻഡ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണ്, ഫൈ. ഫൈ ഈസ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ വെക്ടർ എഫ്. ഫൈ എന്ന് പറയുന്നത് വെക്ടർ എഫിന്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, therefore വെക്ടർ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഡെൽ ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഇത് 2 ഡയമെൻഷണൽ കേസാണ്. അപ്പൊ നമുക്ക് എന്ത് വരും, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ. അപ്പൊ ഇങ്ങനെ എഴുതാം. നമുക്ക് കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞ് തന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സി എന്ന് പറഞ്ഞ പാത്ത് എടുക്കുക. സി എന്ന് പറഞ്ഞ the path of integration C is defined by vector r of t അല്ലെ. C is defined by vector r of t equal to x of t I plus y of t j, where a less than or equal to t less than or equal to b. ഇനി നമ്മൾ ഇതിൽ dr by dt കണ്ടുപിടിക്കാം. നമുക്ക് ഡി ആർ ഒക്കെ ഇതിൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഡി ആർ ബൈ ഡി ടി ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് ഇതൊരു ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ. ഡി ആർ ബൈ ഡി ടി നമുക്ക് കിട്ടി. ഇനി along the curve C, along the curve C, ഫൈ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്.
ടി ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് ടി ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ ടി വേരിയബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് സി എന്ന് പറഞ്ഞ കേർവില്. ഫൈ ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് ടി. അപ്പൊ ഈ കാര്യം നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ചെയിൻ റൂൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ബൈ ചെയിൻ റൂൾ d5/dt കണ്ടുപിടിക്കുക. d5/dt എന്ന് പറയുന്നത് എന്ത് വരും? ചെയിൻ റൂൾ വെച്ചിട്ട് ഫൈ എന്ന് പറയുന്നത് ടീന്റെ ഫൈ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വൈന്റെ ഫംഗ്ഷനാണ് അല്ലെ. ഫൈ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വൈന്റെ ഫംഗ്ഷനാണ്. എക്സ് എന്ന് പറയുന്നത് ടീന്റെ ആണ്. അതുപോലെ വൈ എന്ന് പറയുന്നതും ടീന്റെ ഫംഗ്ഷനാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ∂φ/∂x ഇൻറ്റു dx/dt പ്ലസ് ∂φ/∂y ഇൻറ്റു dy/dt എഴുതാം അല്ലെ. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് ഏതെങ്കിലും രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നില്ലേ? ഇതിനെ നമുക്ക് അങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് ഫോമിലേക്ക് മാറ്റാം. എന്ന് വെച്ചാൽ ∂φ/∂x i പ്ലസ് ∂φ/∂y j ഡോട്ട് സെക്കൻഡ് ഫംഗ്ഷൻസ് എടുക്കുക dx/dt i പ്ലസ് dy/dt j. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ റിപ്രസെന്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് എന്താണ്? ∂φ/∂x i പ്ലസ് ∂φ/∂y j. നമ്മൾ ഫസ്റ്റ് കണ്ടു ഇതെന്ന് പറയുന്നത് ∇φ ആണ് അല്ലെ. ∇φ ആണ്. ഇതെന്ന് പറയുന്നത് എന്താ? നമ്മൾ മുന്നേ കണ്ടുപിടിച്ചു dr/dt ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് dr/dt എന്ന് എഴുതാം. അപ്പൊ ∇φ എന്ന് പറയുന്നത് എന്താ? വെക്ടർ എഫ് ആണ്. വെക്ടർ എഫ് ഇൻറ്റു ഡോട്ട് dr/dt എന്ന് എഴുതാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രൂവ്ഡ് ആയി. ഇനി നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്കിനി ഇന്റഗ്രൽ എടുക്കാം. therefore integral over c f dot dr equal to, ഇനി നമ്മളെല്ലാം ടീന്റെ ഫംഗ്ഷന്റെ ഫോമിലാക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ലിമിറ്റ് കൊടുക്കാം. സി എന്ന് പറയുന്നത് ടി വേരി ചെയ്യുന്നത് a to b ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന് പകരം f ഡോട്ട് dr/dt ഇൻറ്റു dt എഴുതിക്കൂടെ. dt ക്യാൻസൽ ആയി f ഡോട്ട് dr തന്നെ അല്ലെ. ആ ടി എന്ന് പറഞ്ഞ് ഈ ലിമിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അതെന്തിനോട് ഈക്വൽ ആണ്? ഇന്റഗ്രൽ a to b f എന്ന് പറഞ്ഞാല് വിച്ച് ഈസ് ഈക്വൽ ടു ∇φ dr/dt ആണെന്ന് നമുക്കറിയാം അല്ലെ. dt. ഇനി ഇത് എന്തിനോട് ഈക്വൽ ആണ്? നമ്മള് ഈ ∇φ.dr/dt എന്ന് പറയുന്നത് എന്താണ് കണ്ടുപിടിച്ചായിരുന്നു? dφ/dt ആണ് കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ ഇതിന് പകരം dφ/dt ആഡ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ a to b dφ/dt dt. ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. കാരണം ഇവിടെ ഒന്ന് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും കൂടെയാണ് വരുന്നത്. അപ്പോൾ ക്യാൻസൽ ആയിപ്പോയി, ഫൈ മാത്രമാവും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്യണം. ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്താൽ നമ്മൾ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും കൂടെ ക്യാൻസൽ ആയിപ്പോയിട്ട് നമുക്ക് ഫൈ ഓഫ് എക്സ് കോമ വൈ, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി ആണ്, അതുപോലെ വൈ എന്ന് പറഞ്ഞാൽ വൈ ഓഫ് ടി ആണ്. പിന്നെ ലിമിറ്റ് കൊടുത്താൽ മതി a to b. പിന്നെ ലിമിറ്റ് കൊടുത്താൽ എന്ത് കിട്ടും? ഫൈ ഓഫ് ബി കൊടുക്കുകയാണ്. ഫൈ ഓഫ് എക്സ് ഓഫ് ബി കോമ വൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എക്സ് ഓഫ് എ കോമ വൈ ഓഫ് എ. അപ്പം നമ്മൾ രണ്ട് ലിമിറ്റും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുണ്ട്, സോറി ഇത് കാണുന്നില്ലായിരുന്നു അല്ലേ.
അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഫൈ ഓഫ് എക്സ് ഓഫ് ബി കൊമ വൈ ഓഫ് ബി എന്താണ്? ക്യാപിറ്റൽ ബി. അപ്പൊ ഫൈ ഓഫ് ക്യാപിറ്റൽ ബി കിട്ടും. മൈനസ് ഇതെന്താണ്? ക്യാപിറ്റൽ എ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫൈ ഓഫ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് പ്രൂഫ് ആയാലോ? നമ്മുടെ ലൈൻ ഇന്റഗ്രൽ കാണാൻ വേണ്ടി ഇങ്ങനെ ചെയ്താലും മതി. ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. സി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ റീജിയനിലെ പാത്ത് ആണെങ്കിൽ നമുക്ക്, അതുപോലെ എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ലൈൻ ഇന്റഗ്രൽ കാണാൻ, സോറി ഇവിടെ ഫൈ ഓഫ് എ ആണ് അല്ലേ, ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ 2 സ്പേസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇതേ തിയറം നമ്മൾ 3 സ്പേസിനും കൂടെ എഴുതാം. ഇനി നമ്മൾ ഫണ്ടമെന്റൽ തിയറം 3 സ്പേസിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഒരു വേരിയബിളും കൂടെ എക്സ്ട്രാ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ സപ്പോസ് C is a piecewise smooth space curve defined by vector r of t equal to x of t I plus y of t j plus z of t k. ഒരെണ്ണം എക്സ്ട്രാ വന്നു. ഈ കണ്ടീഷൻ ഒക്കെ സെയിം തന്നെ. a less than or equal to t less than or equal to b if vector f of x y z equal to p of x y z I plus q of x y z j plus r of x y z k is a conservative vector field and phi is a potential function for vector f. Then integral over c f dot dr equal to integral over c del phi dot dr which is equal to phi of b minus phi of a, where a equal to x of a comma y of a comma z of a and b equal to x of b comma y of b comma z of b. അപ്പൊ ഇതാണ് 3 സ്പേസിന്റെ കേസിൽ ആകെ വ്യത്യാസം വരുന്നത്. ആകെ ഈ 3 ടേം ഉണ്ടെന്നുള്ളൂ. അതിലൂടെ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾസ് ഉണ്ടെന്നുള്ളൂ. ഇക്വേഷൻ സെയിം തന്നെ. വേരിയബിൾ മാറുന്നതിനനുസരിച്ച് ഇവിടെ ഡെൽ ഫൈയും എഫ് ഒക്കെ മാറും അല്ലെ. അപ്പോൾ അതുപോലെ എ എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ഓഫ് എ വൈ ഓഫ് എ സെഡ് ഓഫ് എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അതുപോലെ ബി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ഓഫ് ബി വൈ ഓഫ് ബി സെഡ് ഓഫ് ബി ആണ്. അപ്പൊ ഇവിടെ സി എന്ന് പറഞ്ഞ പീസ് വൈസ് സ്മൂത്ത് കർവിന്റെ വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ ടി വേരി ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അതുപോലെ എഫ് എന്ന് പറഞ്ഞ ഒരു കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്. അതുപോലെ ഫൈ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ്. കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വെക്ടർ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നതാണ് ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഒരു തിയറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഫണ്ടമെന്റൽ തിയറം കഴിഞ്ഞു. ഇനി അടുത്ത തിയറം 2 ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നെക്സ്റ്റ് തിയറം ഇതാണ്. തിയറം 2. In an open connected region R, integral over C f dot dr is independent of the path C if and only if the vector field f is conservative in R. അപ്പോൾ ഒരു ഓപ്പൺ കണക്റ്റഡ് റീജിയൻ ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ലൈൻ ഇന്റഗ്രൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വെക്ടർ എഫ് ഈസ് കൺസർവേറ്റീവ്. ഇപ്പൊ നമുക്ക് ഓപ്പൺ കണക്റ്റഡ് റീജിയൻ അല്ലെങ്കിലും ഒരു റീജിയൻ തന്നു കഴിഞ്ഞാല് നമുക്ക് കൺസർവേറ്റീവ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്ന് നമ്മൾ മുന്നത്തെ തിയറത്തിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. കൺസർവേറ്റീവ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. അപ്പൊ ഒരു സൈഡ് പ്രൂവ്ഡ് ആണ്. ഇനി ഈ സൈഡാണ് പ്രൂവ് ആക്കാനുള്ളത്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെങ്കിൽ നമുക്ക് കൺസർവേറ്റീവ് ആണെന്നാണ് പ്രൂവ്ഡ് ആക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓൾറെഡി ഒരു കേസ് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൂഫ് ഒന്ന് ചെറുതായിട്ട് ചെയ്ത് നോക്കാം. If f is conservative, then we have already seen that integral over c f dot dr is independent of path c. അത് ഓൾറെഡി നമുക്കറിയാം മുന്നത്തെ തിയറം വെച്ചിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് we prove that the converse of the region are in the plane അല്ലെ. നമ്മൾ ഇതിന്റെ കോൺവേഴ്സ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ assume that അപ്പൊ നമ്മൾ കോൺവേഴ്സ് പ്രൂവ് ചെയ്യാനായിട്ട് അസ്യൂം ചെയ്യുക ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ്
ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. പാത്ത് ഇൻ റീജിയനും കൂടെ എഴുതാം, പാത്ത് ഇൻ ആർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ റീജിയനിലെ 2 ആർബിട്രറി പോയിന്റ്സ് എടുക്കാം. ആൻഡ് ദാറ്റ് x0 y0 ഓർഡേഡ് പെയർ ആയിട്ടായിരിക്കും ഇതിലെ പോയിന്റ്സ് ഉണ്ടാവുക. നമ്മൾ 2 ഡയമെൻഷണൽ കേസിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റീജിയൻ 2 ഡയമെൻഷൻ ആയിട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതിന്റെ കേസിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ 3 ഡയമെൻഷനിൽ അതുപോലെ തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 പോയിന്റ് എടുക്കണം, x0 y0 ആൻഡ് ordered pair xy are arbitrary points in R. അപ്പോൾ ആറിലെ ആർബിട്രറി പോയിന്റ്സ് ആണിത്. പിന്നെ നമ്മൾ phi of xy എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാണ് ലൈൻ ഇന്റഗ്രൽ ആയിട്ട്. ഈ എന്താ പോയിന്റിൽ ആ പോയിന്റ് ജോയിൻ ചെയ്യുന്ന കർവ് എടുത്തിട്ട് ആ ലൈൻ ഇന്റഗ്രൽ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, phi of xy ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ലെറ്റ് phi of xy be defined as, നമ്മൾ നേരത്തെ എടുത്ത phi ആണെന്ന് നിർബന്ധമില്ല. phi of xy എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. phi of xy ഈക്വൽ ടു ഇന്റഗ്രൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള കർവാണ് y0 x0 y0 to xy f dot dr ആയിട്ട് എടുത്തു. c എന്ന് പറയുന്നത് where path of integration c is an arbitrary path from x0 y0 to ordered pair xy and vector f equal to pi plus qj. ഇനി അടുത്തൊരു പോയിന്റ് എടുക്കാം, റീജിയനിലെ തന്നെ അടുത്തൊരു പോയിന്റ് എടുക്കുക. ചൂസ് എ പോയിന്റ്, x1 y ചേഞ്ച് ചെയ്തില്ല, ഇവിടെ മാത്രം ചേഞ്ച് ചെയ്തിട്ട് ഒരു പോയിന്റ് എടുത്തു. x1 y എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. ഈ x1 എന്ന് പറയുന്നത് ഒരിക്കലും എക്സിനോട് ഈക്വൽ ആവരുത്. എക്സിനോട് ഈക്വൽ അല്ലാത്തൊരു x1 എടുത്തു. എന്നിട്ട് x1 y എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുത്തു. ഇനി എന്ത് ചെയ്യാ, ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇന്ന ലൈൻ ഇന്റഗ്രലിനെ വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ എഴുതുക സോ ദാറ്റ് ദ ലൈൻ സെഗ്മെന്റ് ഫ്രം x1 y to xy ഈസ് ഇൻ R അല്ലെ. ആ ലൈൻ സെഗ്മെന്റും നമ്മുടെ റീജിയനിലുള്ളതാണ്. x1 y-ൽ നിന്ന് xy-യിലേക്കുള്ള ആ ലൈൻ സെഗ്മെന്റും എവിടെയുള്ളതാണ്, നമ്മുടെ റീജിയനിലുള്ളതാണ് അല്ലെ. But then by path independence we can write, നമുക്ക് എന്ത് എഴുതാൻ പറ്റും, phi of xy equal to ഇന്റഗ്രൽ, നമ്മൾ ഇതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമ്മുടെ റീജിയനിൽ തന്നെ ഉള്ളതായതുകൊണ്ട് നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. x0 y0 തൊട്ട് x1 y വരെയുള്ള കർവിൽ ഒരു ലൈൻ ഇന്റഗ്രൽ കാണാം. എന്നിട്ട് എന്ത് ചെയ്യാം, x1 y തൊട്ട് x1 y തൊട്ട് x, y വരെയുള്ളത് അടുത്ത ലൈൻ ഇന്റഗ്രൽ കാണാം. ഈ പോയിന്റ് നമ്മുടെ റീജിയനിൽ തന്നെ ഉള്ളതായതുകൊണ്ട് നമുക്ക് ഈ ലൈൻ ഇന്റഗ്രലിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് ഇന്റഗ്രലിൽ നമ്മൾ നോക്കിയേ, ഫസ്റ്റ് ഇന്റഗ്രലിൽ നമുക്ക് എക്സിന്റെ ടേം ഇല്ല. ഇവിടെ x1 ആണ്, ഇവിടെ x0 ആണ്. എക്സിന്റെ ടേമേ ഇതിലില്ല അല്ലെ. അപ്പൊ എക്സിന്റെ ടേം അതിലില്ലാത്തത് കൊണ്ട് the first integral in the above equation does not depend on x. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാം, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. Therefore, hence differentiating the above equation partially with respect to x. ഇത് 2 വേരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും,
ഫസ്റ്റത്തെ ഫംഗ്ഷൻ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല, അതുകൊണ്ട് അവിടെ 0 കിട്ടും. രണ്ടാമത്തെ ഫംഗ്ഷൻ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇന്റഗ്രൽ x1, y x, y f ഡോട്ട് dr ഇങ്ങനെ എഴുതാം നമുക്ക്. ഇനി നമ്മൾ കണ്ടിട്ടുണ്ട് എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ആ ലൈൻ ഇന്റഗ്രൽ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ എഫ് ഡോട്ട് ഡി ആറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിരുന്നേ? പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എക്സ് കോമ വൈ, ഇവിടെ x1 ആണ്, x1 y x y, ഇവിടെ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എഴുതാം. ഇനി നമുക്ക് അറിയാം ലൈൻ സെഗ്മെന്റ് x1y നിന്ന് xy ലൈൻ സെഗ്മെന്റ് ആണിത് അല്ലെ. ഈ കേർവിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. x1y എന്ന് പറയുന്നത് തൊട്ട് xy എന്ന് പറഞ്ഞ ഈ x1y xy എന്ന് പറയുന്നതിൽ y നോക്ക് ചേഞ്ച് ഒന്നുമില്ല, y കോൺസ്റ്റന്റ് ആയിട്ടാ നിൽക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓൺ ദ ലൈൻ സെഗ്മെന്റ് ഓർഡർ പെയർ x1y ആൻഡ് ordered pair xy, ഇവിടെ y is constant അല്ലെ, y ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ y തന്നെയായിട്ടാണ് നിൽക്കുന്നത്, x മാത്രം ചേഞ്ച് ചെയ്യുന്നുള്ളൂ. x1 x-ലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. y is constant. അപ്പൊ നമുക്ക് എന്ത് പറയാം? സോ ദാറ്റ് dy എന്തായിരിക്കും? y കോൺസ്റ്റന്റ് ആണെങ്കിൽ dy ഈക്വൽ ടു 0 വരും. അപ്പൊ ഇവിടുത്തെ dy എന്തായി? 0 ആയി അല്ലെ. അപ്പൊ ഇവിടുത്തെ dy 0 ആയി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇന്റഗ്രൽ x1y ടു xy പി ഡി എക്സ് എന്ന് എഴുതാം. ഇപ്പൊ നോക്കിയേ, ഡിസിന്റെ ഒരു ഇന്റഗ്രൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്, ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും കൂടെ ക്യാൻസൽ ആക്കി കളയാലോ അല്ലെ. അപ്പൊ ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വി ഗെറ്റ് എന്ത് കിട്ടും? ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഈ ഡെറിവേറ്റീവും ഇന്റഗ്രേഷനും കൂടെ ക്യാൻസൽ ആക്കിയാൽ മതി. വി ഗെറ്റ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു, ഇത് ഒന്ന് എടുത്തെഴുതാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇന്റഗ്രൽ x1, y x, y p dx which is equal to എന്ത് എഴുതാം? p of x, y എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇതിന് അപ്പൊ ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്തപ്പോ നമുക്കിതിനെ p of x, y എന്നാക്കി മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് പി ആയിട്ട് കിട്ടി. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഡോ ഫൈ ബൈ ഡോ വൈയും കൂടെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ ഫൈ ബൈ സിമിലർലി വി ഗെറ്റ് ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ക്യൂ ഓഫ് എക്സ് വൈ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore ഡെൽ ഫൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ എന്ന് കിട്ടും. ഡോ ഫൈ ബൈ ഡോ എക്സ് എന്താണ്? പി ആണ്. അപ്പൊ നമുക്കതിനെ പി ഓഫ് എക്സ് വൈ ഐ എന്ന് എഴുതാം. അടുത്ത ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താ? ക്യൂ ഓഫ് എക്സ് വൈ ജെ എന്ന് എഴുതാം. ഇതിനർത്ഥം എന്താണ്? എന്ന് പറഞ്ഞാൽ എന്താ? പി ഐ പ്ലസ് ക്യൂ ജെ എന്ന് പറഞ്ഞാല് വെക്ടർ എഫ് ആണ്. അപ്പൊ നമുക്ക് കിട്ടി ഡെൽ ഫൈ ഈക്വൽ ടു വെക്ടർ എഫ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? കൺസർവേറ്റീവ് ആണ്. ആൻഡ് സോ വെക്ടർ എഫ് ഈസ് എ കൺസർവേറ്റീവ് ഫീൽഡ്. ഇത്രയേ ഉള്ളൂ പ്രൂഫ്. നിങ്ങൾക്ക് ഈ തിയറം നമുക്ക് നല്ല ഓർത്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രൂഫ് പഠിക്കുന്നത്. പ്രൂഫ് എക്സാമിന് ചോദിക്കാം, ചോദിക്കാതിരിക്കാം. പൊതുവെ സിലബസ് ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ
പ്രൂഫ് നല്ലപോലെ മനസ്സിലാക്കിയാൽ നമ്മൾ ആ തിയറം ഒരിക്കലും മറക്കില്ല.